വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്ന വഴിക്ക് ഞാനും ചേട്ടനും കൂടി ചെറിയപ്പള്ളി മാർക്കറ്റിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഫിഷ് മാർക്കറ്റിൽ. അവിടെ മീൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി പോയതാണ് ട്ടോ. അപ്പോണ്ട് നല്ല പിലോപ്പി ഇരിക്കണു. അപ്പോൾ 1 കിലോ പിലോപ്പി വാങ്ങിയിട്ടാണ് കട്ട് ചെയ്താണ് മേടിച്ചേക്കണത്. അപ്പോൾ ചേട്ടനത് കഴിക്കാത്ത കാരണം ചേട്ടന് പലവക മീൻ മേടിച്ചു. നന്ദൻ, കൊഴുവ, വെളുരി അങ്ങനെ എന്തൊക്കെയോ മിക്സാണ്. അത് മേടിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന് അതൊക്കെ വേഗം വൃത്തിയാക്കി എടുത്തിട്ടാണ്. ചേട്ടന് വറക്കാനായിട്ട് കുറച്ച് മീൻ നന്നാക്കി എടുത്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വറക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിലോപ്പിന്ന് ഒരു 4 കഷ്ണം ഞാനെടുത്ത് വറക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി. ബാക്കി പണികൾ നടക്കുന്നുണ്ട്. ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ മീൻകറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചേക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, സവാള, പിന്നെ ഒരു കുഞ്ഞി തക്കാളി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് പിലോപ്പി കറി വെക്കാൻ പോണത് കേട്ടോ. ഒരുപാട് നാളായിട്ട് നമ്മൾ വീട്ടിൽ ചേട്ടൻ ഇതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് പിലോപ്പി മേടിക്കാനായിട്ട് ഞാൻ വലിയ ഇനീഷ്യേറ്റീവ് എടുക്കാറില്ല. ഇവരൊന്നും കഴിക്കാത്ത കാരണം. ഇന്നിപ്പം നല്ല ഫ്രഷ് പിലോപ്പി കിട്ടിയ കാരണം അതിങ്ങനെ ഒന്ന് വെച്ച് കഴിക്കണം എന്നൊരാഗ്രഹം തോന്നി മേടിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിലാണ് നമ്മൾ കറി വെക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തേങ്ങയുടെ 2ാം പാല്, 1ാം പാല് അങ്ങനെ ഞാൻ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നോക്കിയിട്ട് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം പോരാതെ വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ പിലോപ്പി മസാല പുരട്ടി വെച്ചത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് നാളെത്തി കഴിക്കണോണ്ടായിരിക്കും കൊതി അങ്ങോട്ട് മാറണ്ടായിരുന്നില്ല. അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ ഉപ്പ്, പുളി കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കറിയുടെ ഫൈനൽ ലുക്ക്. കറിവേപ്പിലൊക്കെ മുകളിൽ വിതറി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു.